ഇന്നലത്തെ ഗോസ്പലിലെ സന്തോഷം നൽകുന്ന വാക്യമായിരുന്നു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് ആ വീട് നിറഞ്ഞു എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ ഗോസ്പലിൽ ദുഃഖം പരത്തുന്നൊരു വാക്കുണ്ട്. ആൻഡ് ഇറ്റ് വാസ് നൈറ്റ്. അപ്പോൾ രാത്രിയായിരുന്നു. ഈ വാക്ക് ഒരു സമയമാറ്റത്തിൻ്റെ മാത്രം സൂചനയല്ല, യൂദാസിൻ്റെ മനസ്സ് മാറ്റത്തിൻ്റെ കൂടെ സൂചനയാണ്. യൂദാസ് ക്രിസ്തുവിനെ വിട്ടപ്പോൾ അവൻ പുറത്ത് ഇരുട്ടിലേക്കല്ല ഇറങ്ങിയത്, അവൻ്റെ ഉള്ളിലെ ഇരുട്ടിലേക്കാണ് ഇറങ്ങിപ്പോയത്. നമ്മൾ ശരി തിരിച്ചറിഞ്ഞിട്ടും തെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഇറ്റ് ഈസ് നൈറ്റ്. കൂടുതൽ ലാഭത്തിന് വേണ്ടി തട്ടിപ്പ് നടന്ന ബിസിനസ്സുകാരൻ, തൻ്റേതല്ലാത്ത അടിച്ചു മാറ്റുന്ന ജോലിക്കാരൻ, അഴിമതി നടത്തുന്നൊരു പബ്ലിക് സർവൻറ്റ്, ഒരു ചെറിയ തെറ്റ്, ഒരു ചെറിയ വീഴ്ച, ഒരു ചെറിയ തട്ടിപ്പ്. ബട്ട് സ്ലോലി ദ ഹാർട്ട് ബിക്കംസ് ഡാർക്ക് ആൻഡ് വിത്തൗട്ട് നോട്ടീസിങ് ഇറ്റ് ഈസ് നൈറ്റ്. ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ബന്ധങ്ങൾ തകരുമ്പോൾ ഇറ്റ് ഈസ് നൈറ്റ്. സ്വത്തിൻ്റെ പേരിൽ, തെറ്റിദ്ധാരണ പേരിൽ ഒരു ഡിവൈഡഡ് ഫാമിലി, പരസ്പരം സംസാരിക്കാതിരിക്കുന്ന ഫ്രണ്ട്സ്, ഒരേ വീട്ടിൽ ജീവിച്ചിട്ടും പരസ്പരം മിണ്ടാത്ത കപ്പിൾസ്. നമ്മൾ ഈഗോയും പിടിച്ചിരിക്കുമ്പോൾ the longer we stay there, the darker it becomes and it is night. വഴിതെറ്റുമ്പോൾ, ഹോപ്പ് നഷ്ടപ്പെടുമ്പോൾ it is night. അതിക്രമം, യുദ്ധം, വിലക്കയറ്റം, ക്ഷാമം എല്ലാം നമ്മെ ഇരുട്ടിലാക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഗോസ്പൽ യൂദാസിൻ്റെ ഇരുട്ട് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ വെട്ടം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യൂദാസ് ഒറ്റിക്കൊടുക്കുമ്പോഴും പത്രോസ് തള്ളിപ്പറയുമ്പോഴും ക്രിസ്തു റിമെയിൻസ് ലോയൽ ആൻഡ് ഫെയ്ത്ത്ഫുൾ. He remains light. Jesus does not stop loving. He remains light. Because even in the darkest night, the love of Jesus never disappear. ഓർക്കണേ, ക്രിസ്തുവിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഇറ്റ് ഈസ് നൈറ്റ്. ക്രിസ്തുവിലേക്ക് തിരിച്ചു കയറുമ്പോൾ ഇറ്റ് ഈസ് ലൈറ്റ്.